ഞാൻ അവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിക്കുകയാണ്. 20 പേരുടെ പേരുകൾ. ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ കെ. മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ സി പി ജോൺ, ശ്രീ എ പി അനിൽകുമാർ, ശ്രീ എൻ ഷംസുദ്ദീൻ, ശ്രീ പി സി വിശ്വനാഥ്, ശ്രീ റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ എം ലിജു, ശ്രീ കെ എം ഷാജി, ശ്രീ പി കെ ബഷീർ, ശ്രീ വി ഇ അബ്ദുൽ ഗഫൂർ, ശ്രീ ടി സിദ്ദിഖ്, ശ്രീമതി കെ എ തുളസി. സ്ഥാനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ ഒ ജെ ജനീഷ്. ഇതാണ് 20 പേരുടെ പേര്. ആണല്ലോ. സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ സഭയിലെ തന്നെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാണ്. ചീഫ് വിപ്പ് അത് കേരള കോൺഗ്രസിനാണ്. അദ്ദേഹം ശ്രീ പി ജെ ജോസഫ് സാർ അത് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ വരട്ടെ, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്ത് വരേണ്ട ചിലപ്പോൾ ഇതിൽ വന്ന പലരേക്കാളും അർഹതയുള്ള ആളുകളുണ്ട് പുറത്ത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു പാർട്ടി ഇത് നിശ്ചയിക്കും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോഷ്യൽ ബാലൻസ്, റീജിയണൽ ബാലൻസ് ഇതൊക്കെ നോക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ അർഹതയുള്ള 63 പേര് ജയിച്ചു വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പൊ അതില് കുറെ ആളുകൾ, എല്ലാവരും അല്ല, കുറച്ചാളുകൾ ഉറപ്പായിട്ട് വരണ്ട. പക്ഷെ 11 ഉള്ളത്. 10 ഇതിലെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്, 11 അത് പറയാം, പിന്നീട് പറയാം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. വകുപ്പുകളുടെ കാര്യം, വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. അത് സാധാരണ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. നാളെ അത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണറുടെ അപ്രൂവൽ കിട്ടിയാൽ അത് ഗവൺമെന്റ് പ്രസിൽ കൊടുത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. പ്രഖ്യാപിക്കാറില്ല. അതാണ് അതിന്റെ കൺവെൻഷൻ.